ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പന്തലൂർ പോവുകയാണ് അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തി ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അതിൽ തെങ്ങുകളുണ്ട്, നാളികേരം ഉണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ടാന്ന് കരുതി അങ്ങോട്ട് പോവുകയാണ്. പോരിനെ കണ്ടപ്പോൾ കുട്ടികളും കയറിയിട്ടുണ്ട്. അല്ലൂനെ ആദൂനെ അവിടെ നിർത്താൻ നോക്കി, പക്ഷെ അവർ നിന്നില്ല, ഞങ്ങളപ്പം പോന്നു. അവിടേക്ക് വഴിയൊന്നുമില്ല, നമ്മുടെ സ്ഥലത്തിൻ്റെ അരിക്കു കൂടെ ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ട് ചെല്ലില്ല. അപ്പോൾ അവിടെ പുറത്ത് നിർത്തിയാണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി. വെള്ളമില്ലാത്തതുകൊണ്ട് അരുവിയൊന്നും കാണാൻ വലിയ ഇതില്ല, കാട് മൂടി അങ്ങനെ കിടക്കുകയാണ്. ഒരു ചെറിയ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഒരു കുഴിയിലായിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ ഒരു പാറേൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ നല്ല ഭംഗിയാണ്. പിന്നെ ചാടി കിടക്കുന്ന നാളികേരമൊക്കെ പെറുക്കിയിട്ട് ഞങ്ങൾ പോന്നു. മാമ മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറച്ച് മീനുകളെയൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. ചെറിയ ഇതാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ കൃഷി സ്ഥലത്ത് പോയാണ്ട് അവിടെ കുറേ മത്തൻ വള്ളികളുണ്ട്, അവിടുന്ന് കുറേ മത്തൻ്റെ ഇലയൊക്കെ പറിച്ചു. അമ്മയും ഞാനും കൂടെ മത്തൻ്റെ ഇലയും കോവയ്ക്കയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ പറിച്ചാണ്ട് പോന്നു. അതിനുശേഷം ഫുഡ് കഴിച്ചു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പ പറിക്കാൻ വേണ്ടിയാണ്ട് പിന്നെയും അവിടേക്ക് തന്നെ പോയി. അപ്പോൾ അതാ ഈന്ത് ഉണ്ടായിട്ടുണ്ട്, കുറച്ച് വലിപ്പം വെച്ചിട്ട് വന്നിട്ടുണ്ട്. കുറേ ഈന്ത് മരം ഉണ്ട് കേട്ടോ, കുറേ ഈന്തും ഉണ്ടേനും. പിന്നെ കപ്പയൊക്കെ പറിച്ചു. അതിന് ഏട്ടനാണ് പോകുന്നത് കപ്പ പറിക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഏട്ടനും കൂടി പോയി കപ്പയൊക്കെ പറിച്ചുകൊണ്ട് പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ശിവമാമേൻ്റെ അവിടെയും കയറിയതിന് ശേഷമാണ് പോന്നത്. അവിടുന്ന് പിന്നെ ചക്കയൊക്കെ ഇട്ടുകൊണ്ട് പോന്നു. തിരിച്ചു പോന്നപ്പോൾ നമ്മുടെ മീനും വാങ്ങിയിട്ടുണ്ട്. ഇനി രാത്രിയിലേക്ക് കപ്പയും മീൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീനും വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ അന്ന് നമ്മളെടുത്ത ഫോട്ടോസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, പോന്നപ്പോൾ വാങ്ങിയോണ്ട് പോന്നു. ഇതാണ് ആ ഫോട്ടോസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.